2010 സെപ്റ്റംബർ 23-നാണ് അബ്ദുൽ നാസറിനെ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ പാടുകൾ കണ്ടതോടെ സംശയം വർദ്ധിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത് സ്വന്തം സഹോദരനായ അബ്ദുൾ റഹ്മാൻ. കാറിൽ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന നാസറിനെ വളാഞ്ചേരി വട്ടപ്പാറയിൽ വച്ച് കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കിയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മരിച്ചെന്ന് കരുതിയ നാസറിനെ റഹ്മാൻ വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിൽ തള്ളുകയായിരുന്നു. അബോധാവസ്ഥയിൽ പുഴയിൽ കിടന്ന ഇയാൾ മുങ്ങി മരിച്ചു. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്ന പട്ടാമ്പി പോലീസ് പിന്നീട് പരാതികൾ ഉയർന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടൊരു കേസാണ്. ഇതിൽ സയന്റിഫിക് എവിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രതിയുമായി ഈ സംഭവത്തെ കണക്ട് ചെയ്യാനുണ്ടായിരുന്നത്. കൂടാതെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിലാണ് പ്രതി അബ്ദുൾ റഹ്മാനെ ജീവപര്യന്തം തടവിന് വിധിച്ചത്. 10,000 രൂപ പിഴയൊടുക്കാനും ജഡ്ജി CG ഘോഷ് വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ PM ജയ ഹാജരായി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.